Dear students, now we are going to discuss about another important topic, that is citrus canker, the most popular disease which is commonly present in the Kerala state also. So it is a normal disease which is affecting in the citrus plant and citrus fruit. What is actually the citrus canker? All citrus growing area of India and world. ഇത് ഈ അസുഖം ലോകത്തെ അല്ലെ രാജ്യത്തിലെ എല്ലാ സിട്രസ് വളരുന്ന പ്ലാന്റിലും ഉണ്ടാവും. എപ്പിഡമിക് ഇൻ യുഎസ്എയിൽ ഇത് എപ്പിഡമിക് ആണ്. ഇൻഫെക്ട് ഓൾ സിട്രസ് സ്പീഷീസ് പ്ലാന്റ്. ഇതെല്ലാ സിട്രസ് പ്ലാന്റിനെയും ഇത് ബാധിക്കും. എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റം? ഫസ്റ്റ്ലി സിംറ്റംസ് ഓൺ ലോവർ സൈഡ് ആൻഡ് ലേറ്റർ ഓൺ ബോത്ത് സൈഡ് ഓഫ് ലീവ്സ്. അറ്റാക്ക് ഓൺ ലീവ്സ്, ടിക്, petiole, branches, fruit, thorns, etc. Small, round, watery, translucent, raised, yellow brown spot on leaves and old branches. ഇതാണ് സാധാരണ ഇതിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റൊന്ന് സ്പോട്ടുകൾ ഉണ്ടാവും, വൈറ്റ് സ്പോട്ടുകൾ. നമ്മൾ കണ്ടു ഫ്രൂട്ടിൽ ഓൾറെഡി. സ്പോട്ട് ദാറ്റ് ഈസ് വൈറ്റ് ടു greenish and finally rupture, roughly corky. Rough lesions surrounded by yellow brown to green raised margin and watery yellow halo. Crater-like appearance is more common than leaves. അങ്ങനെ ഒരു appearance ലീഫിൽ കാണാം. Fruit lesions become rough and corky. Lesions confined only skin, defoliation, less price of fruits due to breaking of skin, disease whole the year but more spread in rainy season. ഇതൊക്കെയാണ് സാധാരണ അതിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ എഫക്റ്റഡ് ആയ ലീഫ് നോക്കൂ നിങ്ങൾ. ഇവിടെ യു ക്യാൻ സീ ദിസ് ഇസ് ആക്ച്വലി ദ ലീഫ് വേർ ദ പർട്ടിക്കുലർ ഡിസീസ് ഹാസ് ബീൻ എഫക്റ്റഡ്. ആൻഡ് ദിസ് ഈസ് എ സിട്രസ് കാങ്കർ ലീഫ്. ഓൾ ദ ലീവ്സ് ഹാവ് ബീൻ സ്പ്രെഡ് ഓവർ ദ പ്രസൻസ് ഓഫ് ദിസ് പർട്ടിക്കുലർ disease or a particular pathogen. You can see another important image where you can see the pathogen and symptoms. Okay, all these are some of the most important pictures which clearly indicate the presence of this particular microorganism. Okay, even ചില സമയത്ത് നമുക്ക് അതിന്റെ ഇതിലും കാണാം, സ്റ്റെമ്മിലൊക്കെ കാണാൻ പറ്റും ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ. ഫ്രൂട്ടാണിത്, നോർമൽ ഫ്രൂട്ടിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. Okay, this is the fruit were clearly or completely covered by the citrus canker. Okay, this is a normal നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന നാരങ്ങന്റെ മുകളിൽ കാണപ്പെടുന്നത് ഇതാണ്. ദിസ് ഈസ് കോൾഡ് ബാക്ടീരിയൽ ഊസ് ആയിട്ട്. ബാക്ടീരിയൽ ഊസ് ആണ്, അതായത് പുറത്തോട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് പറയുക. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? ഒന്ന്, പാത്തോജൻ സാന്തോമോണാസ് സിട്രി ഓർ സാന്തോമോണാസ് അപ്നോപോഡിസ് എന്നാണ് പറയാം. സർവൈവ് കാങ്കൽഡ് ലെഷൻസ് ഓൺ ടിക് ആൻഡ് ബ്രാഞ്ചസ്. Pathogen multiply intercellular, middle lamella and enter through stomata and bones. Dissolve the mid lamella and establish in cortex. Citrus leaf minor disseminates the disease. High humidity ലാണ് വളരുക. ടെമ്പറേച്ചർ 20 to 30% ആണ് കാണുന്നത്. ഡിസീസ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഏതൊക്കെ രീതിയിലാണ് ഡിസീസിനെ മാനേജ് ചെയ്യാൻ പറ്റും? ഒന്ന്, ഗ്രോ ഡിസീസ് ഫോർ ഫ്രീ സ്റ്റോക്ക് ഇൻ നഴ്സറി. Before planting, spray the area with 1% Bodos mixture. Pruning and burn them before onset of monsoon. Okay, monsoon set ചെയ്തതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കംപ്ലീറ്റ് സ്പ്രേ ചെയ്തിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. 1% Bodos mixture during rainy season യൂസ് ചെയ്യുക. Balance fertilizers and irrigation. Neem cake 160 kilo ഹെക്ടർ ടു കൺട്രോൾ ഡിസീസ് ആൻഡ് ഇന്നർ. സാധാരണ ഒരു 160 ഡിഗ്രിയിൽ ഇത്രയും സാധനത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. സ്പ്രേ സ്ട്രെപ്റ്റോമൈസിൻ സൾഫൈഡ് അറ്റ് 500 ppm at 15 days interval. Dissolve reservoir variety of കഗ്രി നിംബു, SN2, ശങ്കർ 3. ഇതൊക്കെ സാധാരണ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഡിസീസിനെ ഓവർകം ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് സിട്രസ് കാങ്കർ ആൻഡ് ദെയർ സിംറ്റംസ്, ഡിസീസ് ആൻഡ് ദെയർ മാനേജ്മെന്റ്. ഇത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് റോട്ട് നോട്ട് ഓഫ് ബനാനയാണ്. റോട്ട് നോട്ട് ഓഫ് ബനാന. ഹൗ ടു മാനേജ് റോട്ട് നോട്ട് ഓഫ് നിമാറ്റോഡ്, ദാറ്റ് ഈസ് മെലിയോ ഡോഗിനി ഇൻകോഗനേഷ്യ ആൻഡ് മെലിയോ ജവാനിക്ക ഇൻ ബനാന. ഈ ബനാന ക്രോപ്പിൽ ഏറ്റവും പോപ്പുലറായി കാണപ്പെടുന്ന ഡിസീസാണ്. ഇതൊക്കെയാണ് നമുക്ക് സാധാരണ ഇതായിട്ട് കാണുന്നത്. ഇത് നിങ്ങൾ റോട്ട് നോട്ടാണ്. ഇങ്ങനെയുള്ള കുറെ വേരുകൾ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത നോക്കാം. സിംറ്റംസ്, സെഡന്ററി എൻഡോപാരസൈറ്റ് ആണ് ഇത് വരുന്നത്.
nematode enter the root, remain inside and complete their life cycle. അതിൻ്റെ life cycle വരെ complete ആകും. Infected root exhibit characteristic swelling and galls on the roots. അത് വേണേൽ കാണാൻ പറ്റും. ഈ പറയുന്ന swelling ഇതിൽ കാണാൻ പറ്റും. In general, the nematodes affected plants exhibit pale yellow leaves with a desired margin. ഒരു pale yellow leafൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പുറമെ ഒരു particular margin കാണാം. Thickened root and fleshy galls having 10 to 15 adult female with egg mass in the root system. In case of severe infestation, the plants may fall off on slight push by hand on wind. Planting of infested suckers do not establish and delay growth. Thin pseudostem, smaller fingers, hand and bunches, reduction in total weight and size of roots are also encountered as a result of heavy infestation. Then ഇതിന് ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. റൂട്ട് നോട്ട് നിമാറ്റോഡ്, ഇതൊരു നിമാറ്റോഡാണ്. മെലിയോഡോഗ്നി, ഇൻകോഗ്നീഷ്യ ആൻഡ് എം ജവാനിക്ക. എന്തൊക്കെയാണ് സിംറ്റംസ്? ദ റൂട്ട് നോട്ട് nematodes are root parasites typically cause root galls on the feeder roots, affecting the uptake of nutrition and water. മനസ്സിലായല്ലോ. The above ground symptoms are stunning of the plant with yellow foliage often mistaken for nutrient deficiency symptoms. എന്തൊക്കെയാണ് the management strategy? Use of nematode-free suckers planting. Apply 2 grams of fairy yard manure enriched with biopesticide. T. harazion and P. liliaceae at the time of planting and after apply 6 more times at the same dosage of bioagent enriched manure. അപ്പോൾ ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ അത് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ഇടണം. സാധാരണ അവർ പറയുന്നത് 3 months ആണ്. അത് വേണമെങ്കിൽ 6 months വരെ ആക്കി കൊടുക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ അതാത് സെന്ററിന്റെ HOD തയ്യാറാവുക. Now, another important thing is നമ്മൾ സാധാരണ ഇതെല്ലാം പല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ നമുക്ക് പറയാൻ പറ്റുന്നത് നിമാറ്റോഡിന്റെ മാനേജ്മെന്റിൽ അപ്ലൈ 2 grams ഓഫ് ഫാം യാർഡ് മാനർ ആണ്. അത് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് തീരുമാനിക്കുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇത് സ്ട്രാറ്റജി ഉണ്ടാക്കാന്നുള്ളതാണ്. ചിലത് അത് നേരെ തിരിച്ചായിരിക്കും. സോ ബേസ്ഡ് ഓൺ ദെയർ സ്ട്രാറ്റജി ദെയർ ഹെഡ് ക്യാൻ ഡിസൈഡ് ടു മാനേജ് the entire disease by using this type of strategies. സാധാരണ പറയുന്നത് apply 2 grams of farm yard manure enriched with biopesticide, T. harazianum and P. liliaceae at the time of planting and afterward apply 6 more times the same dosage of bioagent enriched manure at 6 months interval. For a standing crop also apply 2 grams of farm yard manure enriched with biopesticide. Then we can say that another important thing, T. Aziodium P. paliensis to be repeated monthly interval. ഇത് സാധാരണ 2-3 interval ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്ലൈ കാർബോഫ്യൂറാൻ 3G, that is വളരെ പോപ്പുലർ ആയിട്ട് ഒരു പെസ്റ്റിസൈഡ് ആണ്. at 25 grams pit in the field at the start of the monsoon rise. The treatment of suckers either by using hot water or chemical bath before planting as a suggested for control of these things. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഡിസീസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ റിമെമ്പർ, ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ 2 പ്രധാനപ്പെട്ട ഡിസീസാണ്. ഒന്ന് റോട്ട് നോട്ട് ഓഫ് ബനാന, മറ്റൊന്ന് നമ്മൾ പറഞ്ഞ എന്തിനെ കുറിച്ചായിരുന്നു? So the most important thing, you can see the most important disease called citrus canker, the most popular disease found in the plants. Thank you.